Hi friends, welcome back to our channel Physics Tutorial. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിൻ്റെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ ആണ്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ന്യൂമറിക്കൽസ്, ഗ്രാഫുകൾ എങ്ങനെയാണ് വരിക, അങ്ങനത്തെ കാര്യങ്ങളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ ഫോമിലാണ്. അപ്പോൾ നിങ്ങൾക്കത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മളെ ടോപ്പിക്സ് ഏതൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് നോക്കാം, എന്നിട്ട് നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈനിൽ പൊസിഷൻ, പാത്ത് ലെങ്ത്, ഡിസ്പ്ലേസ്മെൻറ്റ്, ഈ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ സ്പീഡ് ആൻഡ് വെലോസിറ്റി, അവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് സ്പീഡ്, വെലോസിറ്റി. അപ്പോൾ ഇത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ വേരിയബിൾ വെലോസിറ്റി ആൻഡ് വേരിയബിൾ സ്പീഡ്, പിന്നുള്ളത് യൂണിഫോം വെലോസിറ്റി ആൻഡ് യൂണിഫോം സ്പീഡ്. അപ്പോൾ ഇവിടെയൊക്കെ ഗ്രാഫ് എങ്ങനെയാണ്, അതിൻ്റെ ഷേപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്, എങ്ങനെയാണ് ഗ്രാഫുകൾ വരയ്ക്കുന്നത്, ആ കാര്യങ്ങൾ നോക്കണം. ഓക്കെ, അതുപോലെ ആവറേജ് വെലോസിറ്റി ആൻഡ് ആവറേജ് സ്പീഡ് ഉണ്ട്. ദെൻ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്, ആക്സിലറേഷൻ, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷനാണ് കൈനമാറ്റിക് ഇക്വേഷൻസ് ഫോർ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. അപ്പോൾ എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഈ ചാപ്റ്ററിൽ ഒരുപാട് കൂടുതൽ ഡെറിവേഷൻസ് ഇല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ദെൻ വെർട്ടിക്കൽ മോഷൻ അണ്ടർ ഗ്രാവിറ്റി, റിലേറ്റീവ് വെലോസിറ്റി. അപ്പോൾ ഇത്രയും പോർഷൻസ് മാത്രമാണ് നമ്മൾ ചാപ്റ്റർ 3 മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈനിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോയല്ലോ. Now we can start with the first question. The question is, write the differences between path length or distance and displacement. എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്? ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, so before answering the question you should know what is the distance or path length and displacement. Actually the path length or distance is the total length of the path traveled by an object. അതായത് ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്ന ടോട്ടൽ ലെങ്ത് ഓഫ് ദ പാത്ത്, അതായത് ആ പാത്ത് ലെങ്ത്ത് എത്ര ട്രാവൽ ചെയ്യുന്നു എന്നുള്ളതിനെയാണ് എന്ത് പറയുന്നത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു കാർ ഒരു സ്ട്രേറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ബിഫോർ ആൻസറിങ് ദ ക്വസ്റ്റ്യൻ യു ഷുഡ് നോ വാട്ട് ഈസ് ദ path length or distance and displacement of an object. So path length is actually the total length of the path traveled by an object. അതായത് പാത്ത് ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ലെങ്ത് ഓഫ് ദ പാത്ത് ആയിരിക്കും. അതായത് ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്ന ടോട്ടൽ ലെങ്ത് ഓഫ് ദ പാത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാത്ത് ലെങ്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് എൻ ഒബ്ജക്റ്റ് ഇസ് ട്രാവലിംഗ് ഫ്രം എ ടു ബി, ദെൻ ബി ടു സി ആൻഡ് സി ടു എ. അതായത് എ ടു ബി ട്രാവൽ ചെയ്യാൻ 10 മീറ്ററാണ് എടുക്കുന്നത്. ദെൻ ബി ടു സി എന്ന് പറയുന്നത് എഗെയിൻ 10 മീറ്ററാണ്. ദെൻ സി ടു എ എഗെയിൻ 10 മീറ്റർ ആണെങ്കിൽ അതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ പാത്ത് ലെങ്ത് എങ്ങനെ കാണാം? അതായത് ടോട്ടൽ ഡിസ്റ്റൻസ്, അത് ട്രാവൽ ചെയ്യുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് കാണണം. അതായത് 10 + 10 + 10 ആണ്. അതായത് 30 മീറ്ററാണ് അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്. അതായത് എ മുതൽ ബി വരെ ട്രാവൽ ചെയ്തു, ദെൻ ബി ടു സി, ദെൻ സി ടു എ. അതായത് അത് സ്റ്റാർട്ട് ചെയ്ത പൊസിഷനിൽ വീണ്ടും തിരിച്ചെത്തി. പക്ഷേ അത് ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 30 മീറ്ററാണ്. അതായത് ഓരോ കേസിലും 10 മീറ്ററാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ 30 മീറ്ററാണ്. എ ടു ബി 10, ദെൻ ബി ടു സി 10, സി ടു എ 10, അങ്ങനെ ടോട്ടൽ 30 മീറ്ററാണ് കിട്ടുക. സോ ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ്. So what is displacement? Displacement is the distance between initial and final points. അതായത് ഇനീഷ്യൽ പോയിൻറ്റും ഫൈനൽ പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓർ ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിൻറ്റ്സ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നേരത്തെ നമ്മൾ എടുത്ത എക്സാമ്പിൾ തന്നെ എടുത്ത് നോക്കാം. അവിടെ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് വരിക നോക്കാം. അതായത് എ ടു ബി ഇറ്റ് ടേക്സ് 10 മീറ്റർ, ദെൻ ബി ടു സി എഗെയിൻ ഇറ്റ് ട്രാവൽസ് 10 മീറ്റർ, ദെൻ സി ടു എ ഇറ്റ് ട്രാവൽസ് 10 മീറ്റർ. ആ കേസിലുണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സോ ഹിയർ ഇറ്റ് ട്രാവൽസ്
30 meters. Distance is 30 meter, but what will be the displacement? Because A to B, then B to C, again C to A. So initial point is A, final point is also A. That means the distance between initial and final point is 0. അല്ലേ? അത് സ്റ്റാർട്ട് ചെയ്ത പൊസിഷനിൽ തന്നെ വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, എൻഡ് ചെയ്യുന്നത്. സോ ദ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി 0. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ difference between distance and displacement. Now we can answer the question. The first difference is distance is a scalar while displacement is a vector. So distance is a scalar quantity and displacement ഒരു vector quantity ആണ്. Next difference is for a moving particle distance can never be 0 or negative while displacement can be 0, positive or negative. അതായത് ഡിസ്റ്റൻസ് ഒരിക്കലും എന്താവില്ല, 0 അല്ലെങ്കിൽ നെഗറ്റീവ് ആവില്ല. ബട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാവാം, 0, നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ആവാം. ഇതിപ്പോൾ നമ്മൾ കണ്ട കേസാണ് അല്ലേ. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരുന്നു, 0 ആവുന്നുണ്ട്. കാരണം ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കും. ബട്ട് the distance will never be 0. Okay, അടുത്ത പോയിന്റ്, ഫോർ എ മൂവിങ് പാർട്ടിക്കിൾ ഡിസ്റ്റൻസ് can never decrease with time while displacement can. Decrease in displacement with time means that the body is moving towards the initial position. അതായത് ഒരു മൂവിങ് പാർട്ടിക്കിളിൻ്റെ കേസിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഡിക്രീസ് ചെയ്യില്ല. ടൈമിനനുസരിച്ച് ഒരിക്കലും ഡിക്രീസ് ചെയ്യില്ല. ബട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻ ഡിക്രീസ്. അതിന് കാരണം എന്താണ്, ഇഫ് ദ ബോഡി ഈസ് മൂവിങ് ടുവേർഡ്സ് ദ ഇനീഷ്യൽ പൊസിഷൻ ദെൻ ദ ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി ഡിക്രീസ്ഡ്. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇനീഷ്യൽ പൊസിഷനിലേക്ക് തന്നെ തിരിച്ച് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിക്രീസ് ചെയ്യും. ലാസ്റ്റ് പോയിൻ്റ് ഇതാണ്, ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും, ഐദർ ഗ്രേറ്റർ ആയിരിക്കും ഓർ ഈക്വൽ ടു ദ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഡിസ്റ്റൻസ് ആണ് ഗ്രേറ്റർ ആയിട്ടുള്ള ക്വാണ്ടിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ് എപ്പോഴും എന്താണ്, മിനിമം വാല്യൂ ആയിരിക്കും. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 4 pairs of initial and final positions of a body along x-axis are given. Which pair gives a positive displacement? അതായത് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസിൻ്റെ 4 പെയേഴ്സ് ആണ് തന്നിട്ടുള്ളത്. ഇതിൽ വിച്ച് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഏത് പെയറിനാണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് പെയർ ഇതാണ്, A -10 meter then +15 meter, B -5 meter and -12 meter, C 2 meter and -5 meter, then last one D 2 meter and 1 meter. So here we have to find the quantity which is having positive displacement. ഏതിനാണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് കണ്ടാൽ മതി, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസ് ആണ് അല്ലേ. അപ്പോൾ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുണ്ടാവുന്ന ഇടയ്ക്കുണ്ടാവുന്ന ഡിസ്റ്റൻസ് കാണണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി, അതായത് ഈ 2 ക്വാണ്ടിറ്റീസ്. അപ്പോൾ ആദ്യം തന്നിട്ടുള്ളത് എന്താണ്, -10 മീറ്ററും +15 മീറ്ററുമാണ്. അപ്പോൾ അതിൻ്റെ ഫൈനൽ പൊസിഷൻ മൈനസ് എന്ത് ചെയ്യണം, ഇനീഷ്യൽ പൊസിഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഓരോന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ ഏതാണ് പോസിറ്റീവായിട്ടുള്ള വാല്യൂ കിട്ടുന്നത് അതായിരിക്കും എന്ത്, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ള ക്വാണ്ടിറ്റി. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഫൈനൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ +15 മീറ്റർ ആണ്. ദെൻ ദാറ്റ് മൈനസ് എന്ത് ചെയ്യണം, ഇനീഷ്യൽ പൊസിഷൻ. സോ 15 -10 അപ്പോൾ എത്ര കിട്ടും, 15 + 10 ദാറ്റ് ഈസ് യെസ് 25. നെക്സ്റ്റ് കേസിൽ നോക്കാം, -5 -12 ആണ്. അപ്പോൾ -5 -12 എന്ന് പറയുമ്പോൾ -12 -5 എന്ന് വരും. അപ്പോൾ -12 + 5 അല്ലേ വരിക. അപ്പോൾ അതെന്തായാലും നെഗറ്റീവാണ്. ദെൻ നെക്സ്റ്റ് ഈസ് 2 മീറ്റർ -5 മീറ്റർ, അതായത് -5 -2 മീറ്റർ എന്ന് വരും. അത് അഗെയിൻ മൈനസ് ആണ് വരുന്നത്. അടുത്ത കേസിൽ വരുന്നത് എത്രയാണ്, 2 and 1 -2. സോ ദാറ്റ് ഈസ് ഓൾസോ നെഗറ്റീവ്. അപ്പോൾ അതിൽ ആൻസർ ഏതാണ് വരിക, ഫസ്റ്റ് കേസാണ് അല്ലേ. ദാറ്റ് ഈസ് -10 meter and +15 meter is the answer. So here we are getting 25 meters as the displacement. Clear? The next question is, a body completes one full rotation in a circular path of radius r. The diagram is given here and write the values of its distance travelled and displacement. അതായത് ഒരു ബോഡി കംപ്ലീറ്റ്സ് ഇറ്റ്സ് 1 റൊട്ടേഷൻ, അതായത് ഒരു സർക്കുലർ പാത്തിൽ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റേഡിയസ് R ആണ്. അങ്ങനെയാണെങ്കിൽ ദ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് വി ഹാവ് ടു ഫൈൻഡ്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അതായത് എങ്ങനെയാണ് ഡിസ്റ്റൻസ് കാണുക, അത് ട്രാവൽ ചെയ്യുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഒരു സർക്കിളിൻ്റെ കേസിൽ ഉണ്ടാവുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് എന്തിന് ഈക്വൽ ആയിരിക്കും, 2πr ആയിരിക്കും അല്ലേ. സോ
ഡിസ്റ്റൻസ് ഈസ് 2πr ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കാണാം, അത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും എത്രയായിരിക്കും, സെയിം ആണ് അല്ലേ. സോ ദ ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി 0. Now we have another question. A body moving along a circular path of radius 10 meter as shown below. If it travels from A to B, find the distance and displacement of the body. ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്, എഗെയിൻ ഒരു സർക്കുലർ പാത്താണ്, അതിൽ റേഡിയസ് 10 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതായത് ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യുകയാണ്, ട്രാവൽസ് ഫ്രം A to B ആണ്, അതായത് A മുതൽ B വരെയാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് എങ്ങനെ കാണാൻ നോക്കാം. ഇവിടെ ഏതാണ് A to B എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഡയമീറ്റർ, അതായത് സെമി സർക്കിൾ അല്ലേ വരുന്നത്. അതായത് A മുതൽ B വരെ മാത്രമേ ട്രാവൽ ചെയ്യുന്നുള്ളൂ, കംപ്ലീറ്റ് ചെയ്യുന്നില്ല, സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഹാഫാണ് വരുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെ കാണാം, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2πr/2 ആയിരിക്കില്ലേ, അതിൻ്റെ പകുതിയല്ലേ വരുന്നുള്ളൂ, സർക്കിളിൻ്റെ പകുതിയല്ലേ വരുന്നുള്ളൂ. സോ 2πr/2 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താ എഴുതാം, π × r എന്ന് എഴുതാം. 2 വിൽ ഗെറ്റ് ക്യാൻസൽഡ്. ദെൻ 3.14 × 10, അതായത് π × r മീൻസ് 3.14 × 10 ആണ്, അതായത് 31.4 മീറ്റർ ആണ് അതിൻ്റെ ഡിസ്റ്റൻസ്. അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 31.4 മീറ്റർ ആണ്. ഇനി കാണേണ്ടത് എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കാണാൻ പറ്റുക, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ ഇടയ്ക്കുണ്ടാവുന്ന ഡിസ്റ്റൻസ് ആണ്, ഓർ ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് എയും ഫൈനൽ പൊസിഷൻ ബിയും ആണ്. റൈറ്റ്. സോ ഇത് എന്തിന് ഈക്വൽ ആയിരിക്കും, ഇതിൻ്റെ ഡയമീറ്ററിന് ഈക്വൽ ആണ്. That is, the diameter is the shortest distance between A and B. That is the displacement, right? So what will be the diameter? 2 into radius alle. So that will be 2 into 10, that is 20 meter. So the displacement is 20 meter and the distance traveled is 31.4 meter. Clear? Next question is define average velocity. എന്താണ് average velocity യുടെ definition? അതായത് average velocity is defined as the total displacement divided by the total time interval during which the motion takes place. That is, displacement by total time interval is called average velocity. അതായത് total displacement divided by total time interval, അതിനെയാണ് എന്ത് പറയുന്നത്, average velocity എന്ന് പറയുന്നത്. We can write it as x2 minus x1 by t2 minus t1. Displacement is x2 minus x1 divided by total time is t2 minus t1, or delta x by delta t. Okay, that is average velocity. Next question is define average speed. എന്താണ് ആവറേജ് സ്പീഡ്? അപ്പോൾ നമ്മൾ ആവറേജ് വെലോസിറ്റി പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം ഇൻ്റർവെൽ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ സ്പീഡിൻ്റെ കേസിൽ എന്ത് വ്യത്യാസമാണ് വരാം, അതെ ന്യൂമറേറ്ററിൽ എന്ത് ആയി മാറും, ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം ഡിസ്റ്റൻസ് ആക്കി മാറ്റിയാൽ മതി, അല്ലെങ്കിൽ പാത്ത് ലെങ്ത് ആക്കി മാറ്റിയാൽ മതി. സോ ഇറ്റ് വിൽ ബി defined as the total path length traveled by the total time interval during which the motion have taken place. അതായത് average speed is equal to total path length divided by total time interval. അപ്പോൾ ഇങ്ങനെ റേഷ്യോ ആയിട്ട് വരുന്ന കേസിൽ നമ്മളോട് ഡെഫിനിഷൻ ചോദിച്ചാൽ നമുക്ക് വളരെ എളുപ്പമാണ് അല്ലേ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ന്യൂമറേറ്ററിൽ എന്താണോ വരുന്നത് അത് എഴുതുക. 2 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഡിനോമിനേറ്ററിലുള്ള ക്വാണ്ടിറ്റി എഴുതുക. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം, average speed is equal to, it is the ratio of total path length to the total time interval taken. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ഡെഫിനിഷൻ എഴുതാം. സോ ഇവിടെ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് പകരം എന്തായിട്ട് മാറും, ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പാത്ത് ലെങ്ത് ആയിട്ട് മാറും. ഓക്കെ, സോ ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ പാത്ത് ലെങ്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ഇൻ്റർവൽ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആവറേജ് സ്പീഡ് ആൻഡ് വെലോസിറ്റി. എന്താണ് ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്, ഡിസ്റ്റൻസ് ബൈ ടൈമാണ്, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്തായിരിക്കും, സ്പീഡ് എന്ന് പറയുന്നത് ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. സോ ആവറേജ് സ്പീഡ് വിൽ ബി എ സ്കാലാർ ക്വാണ്ടിറ്റി, ബട്ട് average velocity is a vector quantity because displacement is a vector quantity. So displacement by time also will be a vector quantity. First difference is that. അപ്പോൾ ഒന്ന് എന്താണ്, ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്കാലാറാണ്, ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അടുത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോർ എ മൂവിങ് ബോഡി സ്പീഡ് ക്യാൻ നെവർ ബി സീറോ ഓർ നെഗറ്റീവ്. അതായത് സ്പീഡ് ഒരിക്കലും സീറോ അല്ലെങ്കിൽ നെഗറ്റീവ് ആവില്ല, വൈൽ വെലോസിറ്റി ക്യാൻ ബി സീറോ, പോസിറ്റീവ് ഓർ നെഗറ്റീവ്, ബിക്കോസ് that depends on
ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്താവാം, സീറോ അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് ആവാം. ദെൻ തേർഡ് ഡിഫറൻസ് ഈസ് സ്പീഡ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വെലോസിറ്റി. സ്പീഡ് എപ്പോഴും എങ്ങനെയായിരിക്കും, ഐദർ ഗ്രേറ്റർ ഓർ ഈക്വൽ ടു വെലോസിറ്റി ആയിരിക്കും. അപ്പോൾ സ്പീഡായിരിക്കും എന്തുണ്ടാവുക, ഓൾവേസ് ഗ്രേറ്റർ ക്വാണ്ടിറ്റി ഉണ്ടാവുക. ഓക്കെ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ സ്പീഡോമീറ്റർ ഓഫ് എ വെഹിക്കിൾ ഷോസ് ഡാഷ്. എന്താണ് സ്പീഡോമീറ്റർ വെച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുക? യെസ്, ദാറ്റ് ഈസ് ദ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡിഫൈൻ യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ ആ പേര് തന്നെ കിട്ടുന്നുണ്ട് അല്ലേ. ദ ഓബ്ജക്റ്റ് മൂവിങ് അലോങ് എ സ്ട്രേറ്റ് ലൈൻ കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. അതായത് ഇഫ് ദ ഓബ്ജക്റ്റ് ഈസ് മൂവിങ് along a straight line covers equal distances in equal intervals of time, it is said to be in uniform motion along a straight line. അതായത് ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യാണ്, അത് സ്ട്രേറ്റ് ലൈനിലൂടെ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ്, അതായത് വൺ ഡയമെൻഷൻ മോഷനിലുള്ള ഒരു ഒബ്ജക്റ്റ്, അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസസ് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ. അത്തരം മോഷനെയാണ് നമ്മൾ യൂണിഫോം മോഷൻ എന്ന് പറയാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡ്രോ ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജക്റ്റ് മൂവിങ് വിത്ത്. ഫസ്റ്റ് കേസ് എന്താണ്, യൂണിഫോം പോസിറ്റീവ് വെലോസിറ്റി, അതായത് പൊസിഷൻ ടൈം ഗ്രാഫാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും എക്സ് ആക്സിസിൽ എടുക്കുന്നത് ടൈമാണ്, അതേപോലെ തന്നെ വൈ ആക്സിസിൽ എടുക്കുന്നത് എന്താണ്, പൊസിഷനാണ്. അതിൻ്റെ ഷേപ്പാണ് കാണിച്ചിട്ടുള്ളത്. യൂണിഫോം പോസിറ്റീവ് വെലോസിറ്റി ആകുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും ഒരു സ്ട്രേറ്റ് ലൈൻ ഗ്രാഫാണ് പാസിങ് ത്രൂ ദ ഒറിജിൻ. അതുപോലെ തന്നെ യൂണിഫോം നെഗറ്റീവ് വെലോസിറ്റി ആണെങ്കിൽ എന്താ ചെയ്യുക, വെലോസിറ്റി വിൽ ബി ഡിക്രീസ്ഡ്. ഓക്കെ. റെസ്റ്റിലാണെങ്കിൽ എന്താണ്, പൊസിഷൻ വിൽ ബി ദ സെയിം. ഇവിടെ പൊസിഷന് ചേഞ്ചസ് ഒന്നും വരുന്നില്ല. അപ്പോൾ സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആണ് കിട്ടുക. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഇൻ യൂണിഫോം മോഷൻ ഈസ് ഡാഷ്. അതായത് ഒരു യൂണിഫോം മോഷനിലുള്ള ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് വിൽ ബി എ സ്ട്രേറ്റ് ലൈൻ ഇൻക്ലൈൻ ടു ദ ടൈം ആക്സിസ് ആണ് ആസ് ഷോൺ ഇൻ ദ ഡയഗ്രാം. ഇവിടെ ടൈം ഈസ് ടേക്കൺ അലോങ് എക്സ് ആക്സിസ് ആൻഡ് പൊസിഷൻ അലോങ് വൈ ആക്സിസ് നമുക്കിവിടെ കാണാൻ കഴിയും. ദാറ്റ് ഈസ് ഇൻക്ലൈൻ ടു ദ ടൈം ആക്സിസ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ദ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് ഡാഷ്. അതായത് ഒരു പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? യെസ്, ദാറ്റ് ഈസ് വെലോസിറ്റി. ഓക്കെ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഇൻ യൂണിഫോം മോഷൻ ഈസ് ഡാഷ്. അതായത് ഒരു യൂണിഫോം മോഷനിലുള്ള ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെയാണെന്നുള്ളതാണ്. ദാറ്റ് ഈസ് എ ലൈൻ പാരലൽ ടു ടൈം ആക്സിസ് ആണ്. അതായത് ഒരു സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ് ആണ് എന്ത്, വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ യൂണിഫോം ഓഫ് എൻ ഒബ്ജക്റ്റ് ഇൻ യൂണിഫോം മോഷൻ. ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അതായത് ടൈം അലോങ് എക്സ് ആക്സിസ് ആൻഡ് പൊസിഷൻ വെലോസിറ്റി അലോങ് വൈ ആക്സിസ് ആണ്. സോ ദാറ്റ് വിൽ ബി എ സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡാഷ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ അതെന്തായിരിക്കും കിട്ടുക? യെസ്, ദാറ്റ് വിൽ ബി ഡിസ്പ്ലേസ്മെൻറ്റ്. So the next question is the slope of velocity time graph gives dash. അതായത് ഇവിടെ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് തന്നിട്ടുള്ളത്. അതായത് വെലോസിറ്റി ഈസ് ടേക്കൺ അലോങ് വൈ ആക്സിസ് ആൻഡ് ടൈം അലോങ് എക്സ് ആക്സിസ് ഗ്രാഫ് കാണാൻ കഴിയും. ഇതിൻ്റെ സ്ലോപ്പ് എന്താണ് തരുന്നത്? The slope of velocity time graph gives acceleration. Next is a numerical. Question is a car travels from A to B at 60 km per hour and returns to A at 90 km per hour. What is the average velocity and average speed? അപ്പോൾ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? എ മുതൽ ബി വരെ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സ്പീഡ് എന്ന് പറയുന്നത് 60 km/h ട്രാവൽ ചെയ്യുന്നത്. റിട്ടേൺസ് ടു എ, വീണ്ടും എങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്നുണ്ട്, എയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ആ സ്പീഡ് എത്രയാണ്? 90 km/h. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡുമാണ് കാണേണ്ടത്. നമുക്കിവിടെ ആവറേജ് വെലോസിറ്റി നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലേ, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം, അതായത് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ആണ്. ഇനി ഈ കേസിൽ എന്തായിരിക്കും ആവറേജ് വെലോസിറ്റി? അതായത് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് കിട്ടുക നോക്കി നോക്കൂ. അതായത് കാറ് എ മുതൽ ബി വരെ ട്രാവൽ ചെയ്തു, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബി മുതൽ വീണ്ടും എ വരെ തിരിച്ച് ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും ഏത് തന്നെയാണ് വരിക? യെസ്, ദാറ്റ് ഈസ് എ ഇറ്റ് സെൽഫ് അല്ലേ. അപ്പോൾ അവിടെ വെലോസിറ്റി എന്തായിരിക്കും? 0 ആണ്. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി 0. സോ ആവറേജ് വെലോസിറ്റി ഓൾസോ വിൽ ബി 0. ക്ലിയർ ആയല്ലോ? നൗ വി ഹാവ് ടു ഫൈൻഡ് ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ് മീൻസ് ടോട്ടൽ പാത്ത് ലെങ്ത് ബൈ ടോട്ടൽ ടൈം ഇൻ്റർവെൽ ഓർ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ്. ഇനി
ടോട്ടൽ ഡിസ്റ്റൻസ് കാണാം. നമുക്കിവിടെ ഡയഗ്രത്തിൽ കാണാൻ പറ്റും എ ടു ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? സ്മോൾ ലെറ്റർ ഡി ആണ്. ഇനി അതെന്ത് ചെയ്യുന്നുണ്ട്? ബി ടു എ ഓൾസോ ഇറ്റ് ട്രാവൽസ് അല്ലേ. അപ്പോൾ അവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും വരിക? 2D അല്ലേ വരിക. ഇനി ടോട്ടൽ ടൈം നമുക്ക് കാണണം, ടൈം ഇൻ്റർവെൽ കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ ടൈം തന്നിട്ടില്ല. അപ്പോൾ ടൈം എങ്ങനെ കാണുക എന്നുള്ളത് നോക്കാം. അതായത് വെലോസിറ്റി എങ്ങനെ കാണാം? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണല്ലോ വരുന്നത്. അപ്പോൾ ഇവിടെ ഡി എന്ന് പറയുന്നത് നമ്മളിവിടെ ഡിസ്റ്റൻസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ദെൻ ടൈം എന്ന് പറയുന്നതാണ് കാണേണ്ടത്. അപ്പോൾ അതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാലോ. വി ഇൻറ്റു ടി വിൽ ബി ഈക്വൽ ടു ഡി അല്ലേ. അപ്പോൾ അതിന്ന് ടൈം വിൽ ബി ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വെലോസിറ്റി ആണ് വരിക. ഓക്കെ, അപ്പോൾ ആ കേസിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വെലോസിറ്റി കണ്ടു കഴിഞ്ഞാൽ T1 കിട്ടും ഫസ്റ്റ് കേസിൽ. രണ്ടാമത്തെ കേസിലാണെങ്കിൽ T2 is equal to D by V2 എന്ന് കണ്ടാൽ പോരെ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒന്ന് കണ്ടു നോക്കാം. അതായത് T1 is equal to D by V1 എന്നും T2 is equal to D by V2 എന്നും കൊടുക്കാം. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ആവറേജ് സ്പീഡിൽ, അതായത് ടോട്ടൽ പാത്ത് ലെങ്ത്തിന് പകരം 2D എന്ന് കൊടുക്കാം. ബൈ ടോട്ടൽ ടൈം എന്ന് പറയുമ്പോൾ D by V1 plus D by V2 എന്ന് വരില്ലേ. അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എന്ത് കിട്ടും? 2 into V1 V2 by V1 plus V2 കിട്ടുമല്ലോ. D and D will get cancelled. അപ്പോൾ ഇനി V1ൻ്റെയും V2ൻ്റെയും വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. സോ V1 V2 is also given. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ത് കിട്ടും? 2 into 60 into 90. അതായത് V1 is 60, V2 is 90 divided by V1 plus V2, that is 60 plus 90. So that is 72 km/h ആണ്. ഇനി ഈ km/hനെ എങ്ങനെയാണ് നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുക? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? km/h ആണ്. അപ്പോൾ ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 മീറ്റർ ആണ്. അപ്പോൾ 1000 ഡിവൈഡഡ് ബൈ ഒരു അവറിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം സെക്കൻഡിലേക്ക്? 60 into 60 ചെയ്യാമല്ലോ. സോ 1000 ഡിവൈഡഡ് ബൈ 60 into 60 എന്ന് വരില്ലേ. അതായത് 1000 ഡിവൈഡഡ് ബൈ 3600. അപ്പോൾ എങ്ങനെ എഴുതാം? യെസ്, രണ്ട് സീറോസ് എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. സോ 10/36, ദാറ്റ് ഈസ് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് ഓർത്തിരുന്നാൽ മതി. അതായത് km/hനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട കേസിൽ 5/18 കൊണ്ട് ഡയറക്റ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? 72 into 5/18, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡിഫൈൻ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി? പേരിൽ തന്നെ കിട്ടും അല്ലേ. വെലോസിറ്റി അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ്, അതിനെയാണ് എന്ത് പറയുന്നത്? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. സോ വി ക്യാൻ ഡിഫൈൻ ഇറ്റ് ആസ് ദ വെലോസിറ്റി അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് ഈസ് കാൾഡ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. വെലോസിറ്റി അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ്. ദെൻ V will be equal to limit delta t tends to 0 delta x by delta t. ഓക്കെ, ഓർ V is equal to dx by dt. അതായത് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്ന് പറയുന്നത് എന്താണ്? അത്രയും ഒരു പെർട്ടിക്കുലർ ടൈം ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിൽ ഉണ്ടാവുന്ന വെലോസിറ്റിയാണ് കാണുന്നത്. അപ്പോൾ അവിടെ ഡെൽറ്റ ടി ഈസ് അപ്രോച്ചിങ് 0 ആണ്. സോ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഡി എക്സ് ബൈ ഡി ടി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: വെൻ ഡസ് ദ ആവറേജ് വെലോസിറ്റി ബിക്കംസ് ഈക്വൽ ടു ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി? എപ്പോഴാണ് ആവറേജ് വെലോസിറ്റി ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആയിട്ട് മാറുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം, വെൻ ടൈം ഇൻ്റർവെൽ ഡെൽറ്റ ടി ടെൻസ് ടു 0 ആവറേജ് വെലോസിറ്റി ബിക്കംസ് ഈക്വൽ ടു ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. അതായത് അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ഉണ്ടാവുന്ന വെലോസിറ്റിയാണ് എന്ത്? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. അപ്പോൾ ഡെൽറ്റ ടി 0 ആവുന്ന കേസിലാണ് ആവറേജ് വെലോസിറ്റി ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആയിട്ട് മാറുന്നത്. അതായത് V is equal to ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഡിഫൈൻ ആവറേജ് ആക്സിലറേഷൻ. എന്താണ് ആവറേജ് ആക്സിലറേഷൻ? The average acceleration over a time interval is defined as the ratio of change in velocity to time interval. അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി ടു ടൈം ഇൻ്റർവെലിനെയാണ് എന്ത് പറയുന്നത്? ആവറേജ് ആക്സിലറേഷൻ എന്ന് പറയാം. A is equal to V2 minus V1 by T2 minus T1. That is delta V by delta T. The next question is draw the position time graph of an object moving with. First case is പോസിറ്റീവ് ആക്സിലറേഷൻ. അതായത് പൊസിഷൻ ടൈം ഗ്രാഫുകളാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് കേസിൽ എന്താണ്? പോസിറ്റീവ് ആക്സിലറേഷനാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളൊരു പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുമ്പോൾ ടൈം വിൽ ബി ടേക്കൺ അലോങ് എക്സ് ആക്സിസ് ആൻഡ് പൊസിഷൻ വിൽ ബി ടേക്കൺ അലോങ് വൈ ആക്സിസ്. നമുക്ക് തന്നിട്ടുള്ള പോസിറ്റീവ് ആക്സിലറേഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ സെക്കൻഡ് കേസിൽ കാണിച്ചിട്ടുള്ളത് എന്താണ്? നെഗറ്റീവ് ആക്സിലറേഷനാണ്. ശ്രദ്ധിക്കേണ്ടത്, ടൈം വിൽ ബി ടേക്കൺ അലോങ് എക്സ് ആക്സിസ് ആൻഡ് പൊസിഷൻ ഈസ് അലോങ് വൈ ആക്സിസ്. ഓക്കെ,
അടുത്ത കേസിൽ എന്താണ്, സീറോ ആക്സിലറേഷൻ. അപ്പോൾ ആ കേസിൽ എങ്ങനെ വരയ്ക്കാം, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലേ, ആക്സിലറേഷൻ വിൽ ബി സീറോ. ഓക്കെ, പൊസിഷൻ ടൈമാണ് വരച്ചിട്ടുള്ളത്. The next question is draw the velocity time graph of an object moving with, first one is uniform positive acceleration. അപ്പോൾ ഇവിടെ നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫാണ് വരയ്ക്കാനുള്ളത്. ആദ്യത്തെ കേസിൽ എങ്ങനെയാണ്, യൂണിഫോം പോസിറ്റീവ് ആക്സിലറേഷൻ ആണ്. അപ്പോൾ ഇവിടെ വെലോസിറ്റി ഈസ് ടേക്കൺ അലോങ് വൈ ആക്സിസ് ആൻഡ് ടൈം അലോങ് എക്സ് ആക്സിസ്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും എങ്ങനെയാണ് പോസിറ്റീവ് ആക്സിലറേഷൻ, അതായത് ആക്സിലറേഷൻ എന്താണ് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ യൂണിഫോം നെഗറ്റീവ് ആക്സിലറേഷൻ ആവുന്ന കേസിൽ എന്താണ്, അത് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ടൈം അലോങ് എക്സ് ആക്സിസ് ആൻഡ് വെലോസിറ്റി അലോങ് വൈ ആക്സിസ്. അപ്പോൾ ഈ ഗ്രാഫുകളിലെ ഷേപ്പുകൾ ഓർത്തിരിക്കണം, ഏതൊക്കെയാണ് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും വരുന്നത് എന്നുള്ളത് മാർക്ക് ചെയ്യാനും വിട്ടുപോകരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ സ്റ്റോൺ ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് ആൻഡ് കംസ് ബാക്ക്. അതായത് ഒരു സ്റ്റോൺ നമ്മൾ മുകളിലേക്ക് എറിഞ്ഞിട്ട് താഴത്തേക്ക് വരുന്നതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കിവിടെ വെലോസിറ്റി ഈസ് ടേക്കൺ അലോങ് വൈ ആക്സിസ് ആൻഡ് ടൈം അലോങ് എക്സ് ആക്സിസ് ആണ്. അപ്പോൾ ആദ്യം എന്താണ്, വെലോസിറ്റി പോസിറ്റീവ് വെലോസിറ്റി ഉണ്ട്, ദെൻ എന്തായിട്ട് മാറുന്നുണ്ട്, അത് സീറോ ആവുന്നുണ്ട്, ദെൻ നെഗറ്റീവ് വെലോസിറ്റി ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അപ്വേർഡ്സ് ഉള്ളതും അതുപോലെ തന്നെ അത് തിരിച്ച് വന്നിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്, സീറോ വെലോസിറ്റി ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് കാണിച്ചിട്ടുള്ളത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡ്രോ ദ സ്പീഡ് ടൈം ഗ്രാഫ് ഓഫ് എ സ്റ്റോൺ ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് ആൻഡ് കംസ് ബാക്ക്. അതായത് എന്താണ്, ഒരു സ്പീഡ് ടൈം ഗ്രാഫാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നേരത്തത് വെലോസിറ്റി ടൈം ഗ്രാഫായിരുന്നു, അവിടെ എന്തായിരുന്നു, നമ്മൾ ഡയറക്ഷനും കൂടി ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഇവിടുത്തെ കേസിൽ എന്താണ്, സ്പീഡ് ടൈം ഗ്രാഫാണ്. അതായത് അപ്വേർഡ്സും അതുപോലെ തന്നെ ഡൗൺവേർഡ്സും ഉള്ള മോഷനിലാണ്. ഒരു സ്റ്റോൺ നമ്മൾ മുകളിലേക്ക് എറിയുമ്പോൾ ഉണ്ടാകുന്ന കേസാണ്. അപ്പോൾ സ്പീഡ് അലോങ് വൈ ആക്സിസ് ആൻഡ് ടൈം അലോങ് എക്സ് ആക്സിസ് ആണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും സ്പീഡ് എന്താണ്, കുറഞ്ഞ് സീറോ ആയി വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി. അതായത് ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ കേസിലുണ്ടാവുന്ന വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് വെലോസിറ്റി ഈസ് ടേക്കൺ അലോങ് വൈ ആക്സിസ് ആൻഡ് ടൈം അലോങ് എക്സ് ആക്സിസ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്നുള്ളത് ഓർത്തിരിക്കുക, ഫ്രീലി ഫോളിംഗ് ബോഡിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇറ്റ് പോസിബിൾ ഫോർ എ ബോഡി ടു ഹാവ് എ സീറോ വെലോസിറ്റി വിത്ത് എ നോൺ സീറോ ആക്സിലറേഷൻ? ഗിവ് എൻ എക്സാമ്പിൾ. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ കേസിൽ സീറോ വെലോസിറ്റിയും നോൺ സീറോ ആക്സിലറേഷനും പോസിബിൾ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പോസിബിൾ ആണോ? യെസ്. അതായത് വെൻ എ ബോഡി is thrown upwards at the highest point of projection, its velocity is zero but it has an acceleration. അതായത് നമ്മളൊരു ഒബ്ജക്റ്റ്, ഇപ്പോൾ ഒരു സ്റ്റോണോ എന്തെങ്കിലും എടുത്തിട്ട് മുകളിലേക്ക് എറിയുകയാണെന്നുണ്ടെങ്കിൽ ആ ഹയസ്റ്റ് പോയിൻ്റ് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യില്ല, ഒബ്ജക്റ്റ് മൂവ് ചെയ്യില്ല അല്ലേ. ആ സമയത്ത് അവിടെ ഉണ്ടാവുന്ന വെലോസിറ്റി എന്താണ്, സീറോ ആണ്. ബട്ട് ഇറ്റ് ഹാസ് ആൻ ആക്സിലറേഷൻ, അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അവിടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്ത് പറയാം, ആ കേസ് എങ്ങനെയാണ്, ദാറ്റ് ബോഡി ഹാസ് സീറോ വെലോസിറ്റി with a non-zero acceleration. Hope it is clear to you. If you like the video, please like, share and subscribe. Thanks for watching.